എല്ലാം തികഞ്ഞൊരി നല്ല തലമുറയ്ക്കന്യമാകുന്ന തീ പ്രാർത്ഥന മാത്രം. നമസ്കാരം, ഞാൻ നഫീസത്ത്. ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റയാണ് സ്ഥലം. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പുരാതന സന്ധ്യ എന്ന പേരിൽ ഞാൻ എഴുതിയ ഈ പുസ്തകം പരിചയപ്പെടുത്താനാണ്. 30 കവിതകളടങ്ങിയ ഒരു കവിതാ സമാഹാരമാണിത്. കാലം കരുതി വെച്ചിരുന്ന കനിവിൻ്റെ കനിയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കവിതാലോകത്തേക്ക് വിനീതയായ എന്നെ കൈപിടിച്ചുയർത്താൻ കൈത്താങ്ങായി നിലകൊള്ളുന്ന സർവശക്തനെ സ്തുതിക്കുന്നതോടൊപ്പം അതിനായി എല്ലാ പ്രോത്സാഹനങ്ങളും നൽകിയ എൻ്റെ ഗുരുസ്ഥാനീയരെയും ഈ ഒരു അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഞാൻ എങ്ങനെയാണ് കവിതാരചനയിലേക്ക് കടന്നു വന്നതെന്നറിയാൻ ഏവർക്കും ആകാംക്ഷയുണ്ടാകുമല്ലോ. അത് പറയാതെ പോകാൻ എനിക്കും സാധ്യമല്ല. കാരണം വേര് മറന്നുകൊണ്ട് ആരെന്ത് പ്രവൃത്തി ചെയ്താലും അതെങ്ങും എത്തില്ല. അത് വ്യക്തിത്വമുള്ള ഒരാൾക്ക് ഭൂഷണവുമല്ല. അതുകൊണ്ട് തന്നെ അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. കരുവാറ്റ എന്ന ഗ്രാമത്തിലെ ഒരു കൊച്ചു സ്കൂളിൽ നിന്നാണ് കവിത എന്ന മഹാലോകത്തേക്കൊന്ന് എത്തി നോക്കാൻ ഒരിടം ദൈവം കൽപ്പിച്ചു തന്നത്. സ്കൂളിൻ്റെ പേര് കുമാരപുരം നോർത്ത് GLPS അഥവാ ആശ്രമം സ്കൂൾ. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി 2022-23 അധ്യയന വർഷം ഒരു ഭാഷോത്സവം നടത്തുന്നുണ്ടെന്ന് സ്കൂളിലെ പ്രഥമ അധ്യാപികയായ ശ്രീമതി അനില ടീച്ചർ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം അത്ര കാര്യമാക്കിയില്ല. ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ടീച്ചർ വീണ്ടും വിളിച്ചു. ഓരോ സ്കൂളിൽ നിന്നും 3 പേരൻ്റ് വീതം പങ്കെടുക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഒരു കഥയോ കവിതയോ ഉപന്യാസമോ എന്തെങ്കിലും മതിയാകും. പങ്കെടുത്തുകൂടി? നമ്മുടെ സ്കൂളിൻ്റെ അഭിമാന പ്രശ്നമല്ലേ. സ്കൂളിലെ SMC ചെയർപേഴ്സൺ എന്ന നിലയിൽ ആ ദൗത്യം എന്നിൽ നിക്ഷിപ്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രമിക്കാം ടീച്ചറെ എന്ന് പറയുകയായിരുന്നു. വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു. ടീച്ചർ വിളിച്ചു. അത്ഭുതകരമെന്ന് പറയട്ടെ, അതൊരു സന്ധ്യാനേരമായിരുന്നു. ആ സന്ധ്യാനേരമാണ് പുരാതന സന്ധ്യ എന്ന എൻ്റെ പുസ്തകത്തിന് നിദാനമായത്. സന്ധ്യാനേരം നമസ്കാരവും പ്രാർത്ഥനയും കഴിഞ്ഞെത്തിയ ഞാൻ കാണുന്നത് ആ നേരത്ത് ദൈവത്തെ പ്രകീർത്തിച്ചിട്ട് പഠിക്കേണ്ട കുട്ടികൾ മൊബൈൽ ഫോണിൽ കണ്ണും നട്ടിരിക്കുന്ന കാഴ്ചയാണ്. കണ്ടപ്പോൾ ഒരുപാട് വേദനയുണ്ടായി മനസ്സിൽ. അവരെ ഒന്ന് ശകാരിച്ചിട്ട് പ്രാർത്ഥിക്കാനും പഠിക്കാനുമൊക്കെയായി ഇരുത്തിയപ്പോൾ ഞാൻ ഓർത്തുപോയി എൻ്റെ കുട്ടിക്കാലവും ആ സന്ധ്യാനേരവും. എൻ്റെ പിതാവ് വളരെ കർശന സ്വഭാവമുള്ള ആളായിരുന്നു എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് തന്നെ സന്ധ്യാനേരമായാൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ചില്ല എങ്കിൽ അന്ന് അത്താഴമില്ല, പകരം നല്ല ചൂരൽ കഷായം തരുമായിരുന്നു. എന്നാൽ ഇന്നത്തെ കുട്ടികൾക്ക് അതിലൊന്നും വലിയ ശ്രദ്ധയില്ല. ഓർത്തപ്പോൾ വല്ലാത്ത ഒരു വിങ്ങൽ. ആ വിങ്ങലോടെ ആ ഒരു സമയത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഒരു പേനയും പേപ്പറുമായി എഴുതാനിരുന്നു. പുരാതന സന്ധ്യ എന്ന പദം ശീർഷകമായി. പിന്നീട് പദങ്ങൾ വരികളായി എൻ്റെ തൂലിക ചലിച്ചു തുടങ്ങുകയായിരുന്നു. അധികം താമസിയാതെ തന്നെ ഒരു കവിത പൂർത്തിയാക്കി. കവിത പൂർത്തിയായി എന്ന് ടീച്ചറെ വിളിച്ചു പറഞ്ഞപ്പോൾ ടീച്ചർ നിമിഷ കവിയാണോ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്നിട്ട് അതൊന്ന് വാട്സപ്പ് മെസ്സേജ് ഇടൂ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനത് മെസ്സേജ് അയച്ചു കൊടുത്തു. ചൊല്ലിയതായിട്ട് തന്നെയുള്ള മെസ്സേജാണ് അയച്ചു കൊടുത്തത്. ടീച്ചർ അത് കേട്ടിട്ട് വളരെ സന്തോഷത്തോടും അതിലേറെ ഗൗരവത്തോടും കൂടിയാണ് തിരിച്ചു വിളിച്ചത്. എന്താണ് ഇങ്ങനെ ഒരു കഴിവുണ്ടായിട്ട് അതൊന്നും പ്രകടിപ്പിക്കാതെ എന്ന ഒരു ചോദ്യവും. ടീച്ചർ അത് ആ ഒരു കവിത സ്കൂൾ ഗ്രൂപ്പിലേക്ക് ഇടുകയും പിന്നീട് അങ്ങോട്ട് പേരൻസിൻ്റെയൊക്കെ ഒരു അഭിനന്ദന വർഷം തന്നെയായിരുന്നു. ആ പ്രചോദനം ഉൾക്കൊണ്ട് പഞ്ചായത്ത് തല ഭാഷോത്സവത്തിൽ പങ്കെടുക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. പിന്നീട് ബ്ലോക്ക് തലത്തിലേക്ക് അഥവാ BRC തലത്തിൽ മറ്റൊരു കവിത വേണമെന്നായി. ഞാൻ ആദ്യം വിചാരിച്ചത് അത് തന്നെ മതിയാകുമെന്നാണ്. പക്ഷേ ടീച്ചർ വിളിച്ചു പറഞ്ഞു മറ്റൊരു കവിതയാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഭാവി പ്രവചനം എന്ന ശീർഷകത്തിൽ ഒരെണ്ണം എഴുതി. അവിടെ എത്തിയപ്പോൾ തത്സമയം കവിത എഴുതണമെന്നായി. ഒരു സബ്ജക്റ്റ് തന്നു. വഴികൾ പറയുന്നത് എന്നതായിരുന്നു വിഷയം. ആ വിഷയത്തെ ആസ്പദമാക്കി നിങ്ങൾ എന്നെ മറന്നോ എന്ന കവിതയാണ് പിറവിയെടുത്തത്. ഞാൻ എഴുതിയ കവിതകളൊക്കെ അവിടെ എടുത്തു പറയപ്പെട്ടപ്പോൾ എന്നിലെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും കവിത എന്നത് എനിക്ക് വഴങ്ങുന്ന ഒന്നാണെന്ന് ഞാൻ തിരിച്ചറിയുകയുമായിരുന്നു. അതിനുശേഷം തിരിച്ചെത്തിയ എന്നോട് ടീച്ചർ പറഞ്ഞൊരു വാക്കുണ്ട്. 3 കവിത എന്നത്
30 എണ്ണമായാൽ അടുത്ത വർഷം നമ്മുടെ സ്കൂളിൽ വെച്ചൊരു പുസ്തകം പ്രകാശനം ചെയ്യണം, സാധിക്കില്ലേ എന്ന്. ഇൻഷാ അല്ലാഹ് എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ആ വാക്ക് പുലരുക തന്നെ ചെയ്തു. പിറ്റേ വർഷം അതേ സ്കൂളിൽ വെച്ച് വളരെ ഗംഭീരമായൊരു ചടങ്ങിൽ പുരാതന സന്ധ്യ എന്ന എൻ്റെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് നിർവഹിക്കപ്പെട്ടു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ആരും ഒന്നും ആയിത്തീരുന്നതല്ല. ഒക്കെ ആർജിച്ചെടുക്കുന്നതിന് പിന്നിൽ ആരുടെയെങ്കിലുമൊക്കെ ഒരു നല്ല വാക്കുകളും പ്രയത്നവും ഒക്കെ കൂടിയേ തീരും. നമ്മുടെ ഉയരം നമുക്ക് മുൻപേ പോയവരുടെ ഉയരത്തിൻ്റെ തുടർച്ചയാണെന്ന് തിരിച്ചറിയുന്നത് ഏറ്റവും ഉയരമുള്ള എളിമ തന്നെയാണ്. എനിക്ക് ഈ പുസ്തകത്തിന് ആശംസ എഴുതാൻ ഒരുപാട് വ്യക്തികൾ മുന്നോട്ട് വന്നു. അതിൽ എടുത്തു പറയേണ്ടത് അവതാരിക എഴുതിയ ശ്രീ മുട്ടം CR ആചാര്യ സാറിനെക്കുറിച്ചാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലാളിത്യത്തിൻ്റെ പര്യായം എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ഇത്രയും ലളിതമായി ഈ ലോകത്ത് ജീവിക്കാൻ അദ്ദേഹത്തെ കൊണ്ടേ സാധിക്കും. അദ്ദേഹം വളരെ ഭംഗിയായി ഒരവതാരിക എഴുതി തരികയും അതിൽ കരുവാറ്റയുടെ കവയിത്രി എന്ന ഒരു പരാമർശം, അങ്ങനെ ഒരു വിളിപ്പേര് കൂടി എനിക്ക് ചാർത്തി തരികയും ചെയ്തു. അതിലൊരുപാട് സന്തോഷവും അതിലേറെ അഭിമാനവും എനിക്കുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്കൂളിലെ എപ്പോഴും കാരണസ്ഥാനത്ത് നിൽക്കുന്ന ചന്ദ്രബാബു സാർ, അദ്ദേഹം വളരെ പ്രചോദനാത്മകമായ വാക്കുകൾ കൊണ്ട് എനിക്ക് ആശംസ എഴുതിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ ഓഫ് മാത്സ് ആൻഡ് കൊമേഴ്സ് എന്ന ഒരു സ്ഥാപനത്തിൽ പഠിപ്പിക്കാനുള്ളൊരവസരവും തന്നിരുന്നു. പിന്നീട് എനിക്ക് ആശംസ എഴുതാൻ മുന്നോട്ട് വന്നത് ഞങ്ങളുടെ BRCയിലെ ടീച്ചേഴ്സ്, സുമാദേവി ടീച്ചർ, അതുപോലെ തന്നെ ഞങ്ങളുടെ പഞ്ചായത്ത് അധികൃതർ, പിന്നെ മഹല്ലി ഇമാം ബാഖവി ഉസ്താദ് അവറുകൾ, അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ എനിക്ക് വളരെ നല്ല വാക്കുകൾ കൊണ്ടുള്ള ആശംസ എഴുതുകയുണ്ടായി. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ഓഫീസിലെ കായംകുളം ബ്രാഞ്ചിലെ SB അനിൽകുമാർ സാർ, അതുപോലെ തന്നെ പുഷ്പ മാഡം, പിന്നെ അഡ്വൈസേഴ്സായിട്ടുള്ള ഒത്തിരി സുഹൃത്തുക്കൾ, എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ്, എൻ്റെ നാട്ടുകാർ എല്ലാവരും ഈ ഒരു കാര്യത്തിൽ എന്നോടൊപ്പം നിന്ന വ്യക്തികളാണ്. മലയാള ഭാഷയിൽ അഗാധ പാണ്ഡിത്യമൊന്നും ഇല്ലാതിരുന്ന എനിക്ക് വായനയുടെ പിൻബലം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെയൊരു കവിത എഴുതാനുള്ള പ്രചോദനം എല്ലാവരിൽ നിന്നുള്ള നല്ല വാക്കുകൾ തന്നെയാണ്. നമ്മുടെ മാതൃഭാഷയെ നെഞ്ചോട് ചേർക്കുകയും ഏറ്റവും നല്ല രീതിയിൽ നമ്മളത് കൈകാര്യം ചെയ്യുന്ന ഒരു ഭാഷ ആയതുകൊണ്ട് നമുക്കതിന് കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മളിലേക്ക് വരും. എൻ്റെ കണ്ണിലെ കാഴ്ചകളും മുന്നിലെ നേരറിവുകളുമാണ് തീർച്ചയായും കവിതയായി വിടർന്നിട്ടുള്ളത്. ഹാർഡ് വർക്ക് ട്രംപ്സ് ടാലൻറ്റ്, കഠിനാധ്വാനം പ്രതിഭയെ മറികടക്കും. തീർച്ചയായും ഒരു വർഷത്തെ എൻ്റെ ഈ പ്രയത്നം ഒരു ഉപഹാരമായി കണ്ട് ഇരു കൈകളും നീട്ടി സ്വീകരിക്കുമെന്ന പ്രത്യാശയോടെ പുരാതന സന്ധ്യ എന്ന എൻ്റെ ആദ്യ രചനയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. എന്നോർമ്മയിലുണ്ടൊരാ സന്ധ്യ നേരം, ഏവരും നാമം ജപിക്കുന്ന നേരം, ഭയഭക്തി നിർഭരമായൊരാ നേരം, മനസ്സിനു ശാന്തി ലഭിക്കുന്ന നേരം, കുഞ്ഞുമക്കളും പ്രായാധിക്യമായോരും മധ്യവയസ്കരും കൗമാരക്കാരും ജാതിഭേദമന്യേ ദീപം കൊളുത്തി പ്രാർത്ഥന നിർഭരമായൊരാ നേരം, പക്ഷി മൃഗാദികൾ സസ്യലതാദികൾ സർവവും നാഥനെ സ്തുതിക്കുന്ന നേരം, പഞ്ചേന്ദ്രിയങ്ങൾക്ക് ശക്തി നൽകുന്നൊരു പാവന ശക്തിയെ സ്മരിക്കുന്ന നേരം, ഇന്നും എനിക്കുണ്ടൊരാ നല്ല നേരം, എങ്ങും വിളക്കു തെളിയുന്ന നേരം, ഇന്നത്തെ മക്കളിൽ കാണുന്നു നമ്മൾ മാധ്യമ സ്വാധീനമാ നല്ല നേരം, കാലം പടച്ചൊരാ സർവാധിപതിയെ
വിസ്മരിക്കുന്നുവോ ആ നല്ല നേരം. എല്ലാ ഋതുക്കളും ദാനമായി തന്നു, എല്ലാ സുഖങ്ങളും ഭിക്ഷയായി തന്നു. എല്ലാം തികഞ്ഞൊരി നല്ല തലമുറയ്ക്കന്യമാകുന്ന തീ പ്രാർത്ഥന മാത്രം. എല്ലാം തികഞ്ഞൊരി നല്ല തലമുറയ്ക്കന്യമാകുന്ന തീ പ്രാർത്ഥന മാത്രം. താങ്ക് യു ഓൾ. അപ്പോൾ ഈ കവിത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രദ്ധിക്കുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന പ്രത്യാശയോടെ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി വരും വരേക്കും എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.